വെൽക്കം ബാക്ക് മന്ന കിച്ചൻ. ഇന്ന് നമ്മൾ ഒരു കേക്കാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. നല്ല ജ്യൂസി ആയിട്ടുള്ള ടെൻഡർ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 2 വലിയ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പൊടിക്കാതെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു അളവിൽ കുറച്ച് മധുരം ഒന്ന് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ 80 ml വരും. ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലും ചേർത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് 250 ml ആണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/3 കപ്പ് കൊക്കോ പൗഡറും വേണം. ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ബീറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കാണ്. അതുകൊണ്ട് ബ്ലേഡൊന്നും അങ്ങ് നീങ്ങുന്നില്ല. നമുക്ക് എന്തായാലും ലോ സ്പീഡിൽ തന്നെ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡിൽ പൊടിയൊക്കെ ഇങ്ങനെ തെറിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സ്പാച്ചുല കൊണ്ടൊന്ന് വടിച്ചെടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് തിളപ്പിച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ സൈഡിൽ അടിഭാഗത്തൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല കേട്ടോ. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിൽ അതുപോലെ സോസ് പാനിലൊക്കെ ഡയറക്റ്റ് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറിനും അതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനും ഒക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. ഇനി നമുക്ക് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് പാത്രം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗം കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. കേക്ക് നന്നായിട്ട് പൊട്ടി നല്ല വിണ്ടാണ് നിൽക്കുന്നത്. അത് കുഴപ്പമില്ല. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ആ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം, അതായത് ആ പൊട്ടിയൊക്കെ നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതായത് കേക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിനുശേഷം കട്ട് ചെയ്ത ഭാഗം നമ്മൾ കളയുന്നില്ല കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറിയ പീസസ് ആയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട. ചെറിയ തരികളോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് മുകളിൽ ഒഴിക്കാനായിട്ട് ഒരു ഗ്ലേസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 30 ഗ്രാം ബട്ടർ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ചൂടായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായി വരണം. ഇവിടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചൂടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഒരു 2 ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ചോക്ലേറ്റൊക്കെ ആ ഒരു പ്ലേറ്റിലേക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം കേക്കിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ ഗ്ലേസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പാച്ചിൽ വെച്ചിട്ട് കേക്കിൻ്റെ സൈഡിൽ ആ ചോക്ലേറ്റൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ക്രംസ് സൈഡിൽ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ക്രംസ് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ സൈഡിൽ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സൈഡിൽ മുഴുവനായിട്ടും ക്രംസ് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചോക്ലേറ്റൊക്കെ ഒഴിക്കുന്ന സമയത്ത് അധികം പ്ലേറ്റിലേക്കൊന്നും ആവാതെ ക്രംസും ചോക്ലേറ്റൊന്നും പ്ലേറ്റിലേക്ക് ആവാതെ നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നോളും. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള ടെൻഡർ ചോക്ലേറ്റ് കേക്ക് ഇവിടെ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ കമൻസ് അറിയിക്കാനായിട്ട് മറക്കരുത്. നല്ല എളുപ്പമാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, മന്ന കിച്ചൺ. ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യണം. പിന്നെ നിങ്ങൾ മന്ന കിച്ചണിൽ ഏതെങ്കിലും റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട്, മന്ന ഹോം മെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.